ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഇന്നസാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും സ്കൂൾ തുറക്കാനായി. ഇനി നമുക്ക് വെക്കേഷനൊക്കെ തീർന്നു. ഞാൻ 4 ദിവസം 5 ദിവസമൊക്കെ ആയിട്ടേ ഉള്ളൂ നമുക്ക് സ്കൂളിൽ പോകാനായിട്ട്. അപ്പോൾ എനിക്ക് പുതിയ സ്കൂളാണ്, 8ാം ക്ലാസ് പുതിയ സ്കൂളിൽ ചേർത്താൻ പോവുകയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ TCയും കാര്യങ്ങളും നമ്മൾ മുമ്പത്തെ സ്കൂളിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബാക്ക് ടു ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ പതിയെ യൂട്യൂബിൽ വരുന്നുണ്ട്, കാണാൻ മറക്കരുതേ. അപ്പോൾ ഇന്ന് ഞാൻ പൊരുങ്ങിയിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഉമ്മച്ച് ഓട്ടോ വിളിച്ചിട്ടുണ്ട്. നമുക്ക് വണ്ടിയൊന്നും ഇല്ല, പിന്നെ ഓട്ടോയിൽ ഇപ്പോൾ പോകണം. ഇപ്പോൾ മഴ ആയതുകൊണ്ട് നമ്മൾ ബസ്സിലല്ലേ പോകുന്നത്. ബസ്സിന് സ്റ്റോപ്പിൽ നിർത്തി അങ്ങനെ പോയതുകൊണ്ട് നമ്മൾ ഓട്ടോ വിളിച്ചിട്ടുണ്ട് ഉമ്മച്ചി. അപ്പോൾ ഞാൻ ഹൈസ്കൂളിലാണ് പോകുന്നത്, 8ാം ക്ലാസ്സിലോട്ടാണ്. അമ്മച്ചി ഡോറ് പൂട്ടി വരില്ലേ? അപ്പോൾ ഓട്ടോ വന്നിട്ടുണ്ട്, അപ്പോൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓട്ടോയിൽ പോകാം. ഞാൻ TC ഇതൊക്കെ എടുത്തോ? സർട്ടിഫിക്കറ്റ് ഇന്ന് രാവിലെ സർട്ടിഫിക്കറ്റ് ഒന്നും കാണാമല്ലോ. വീട് ഒരു ഉള്ളിലോട്ടാണ്. ആ വീടിൽ നിന്ന് വെച്ച് ബാക്കിൽ വരുന്നുണ്ട്. കിടമഴ ഫ്രണ്ട്സ്, ഞങ്ങൾ വീട്ടിൽ നിന്ന് കുറച്ച് നേരം വൈകിയാണ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മഴ ഫുള്ള് കൊണ്ടിട്ടേ ഓട്ടോയിൽ എത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, എങ്കിലും നമ്മൾ ജസ്റ്റ് മിസ്സാണ് ഓട്ടോയിൽ എത്തിയത് തന്നെ. എന്നെ ഇപ്പോൾ പുതിയ സ്കൂളിലോട്ട് ചേർത്താൻ പോകുന്ന സ്കൂളിൽ ഇറങ്ങുമ്പോൾ ഞങ്ങളെ വീട്ടിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ എങ്ങാനും ഉണ്ടാവുള്ളൂ സ്കൂളിലോട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ആ സ്കൂൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ എൻ്റെ മുഖത്ത് കാണാം. കുറച്ചൊക്കെ അങ്ങനെ ആയപ്പോൾ തന്നെ മഴയൊക്കെ ചോർന്നിട്ടുണ്ട് കേട്ടോ. ഈ മഴ അങ്ങനെയാണ്, ചോരും പെയ്യും. സ്കൂള് ഫ്രണ്ട്സ്, ഞാനിനി ഇവിടെ ആയിട്ട് 3 വർഷം പഠിക്കുന്നത്, അതായത് നമ്മുടെ 8ഉം 9ഉം 10ഉം. ഇപ്പോൾ ഞങ്ങൾ അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കറണ്ട് പോയിട്ട് എനിക്ക് എൻ്റെ ജനന സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ആധാർ കാർഡൊക്കെ കോപ്പി എടുക്കാനുണ്ടായിരുന്നു. കോപ്പി എടുക്കാതെ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടുന്ന് എടുക്കാൻ വിചാരിച്ചിട്ട് വന്നതാണ്. പക്ഷേ പെട്ടെന്ന് അവിടെ നിന്ന് കറണ്ട് പോയി. അതുകൊണ്ട് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷേ എനിക്ക് സ്കൂളൊക്കെ കാണിച്ചു തരികയാണ്. പിന്നെ അമ്മച്ചോട് പറയുന്നുണ്ട്, പക്ഷേ മതി വീഡിയോ എടുത്തത് മതി, എനിക്ക് മടിയാവുന്നൊക്കെ പറയാണ് കേട്ടോ. അഡ്മിഷനൊക്കെ എടുത്തേ. അപ്പോൾ അറിയോ, ഞങ്ങൾ തൊട്ടടുത്തൊരു സ്കൂളിൽ, അതായത് ഞാൻ 7ാം ക്ലാസ് പഠിച്ചത്. അത് ഓട്ടോയിലായിട്ട് തോന്നാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് പറഞ്ഞത്. അയ്യോ, ഇതെന്താ അറിയാം, ഞാൻ 7ാം ക്ലാസ് പഠിച്ചത്. നമ്മൾ ട്യൂഷൻ സെൻറ്ററിലോട്ട് പോകണം. എക്സാക്ട് ട്യൂഷൻ സെൻറ്ററിലോട്ടാണ് പോകുന്നത്. അപ്പോൾ 8ാം ക്ലാസ്സിലേക്ക് എന്തെങ്കിലും ട്യൂഷൻ പോകുന്നതൊക്കെ ഞങ്ങൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 8ാം ക്ലാസ്സിൽ എനിക്ക് മാത്സ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാത്സിൽ എനിക്ക് മാർക്ക് കഴിഞ്ഞ ഓണപ്പരീക്ഷയ്ക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു, പ്രതീക്ഷിക്കാത്ത മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം മാർക്ക് ഭയങ്കര കുറവായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ട്യൂഷൻ സെൻറ്ററിൽ മാത്സിന് ചേർക്കുന്നത്. മാത്സിന് നല്ല എല്ലാ വിഷയത്തിലും ചേരുന്നുണ്ട്. എക്സാക്ട് ട്യൂഷൻ സെൻറ്ററിൽ നമുക്ക് തപ്പിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പണി. ഇപ്പോൾ സ്കൂൾ ബസ് ഉണ്ടോ ചോദിച്ചാൽ ഞാൻ 7ാം ക്ലാസ് പഠിച്ച സമയത്ത് അവിടെ ബസ് ഉണ്ട്. ഇപ്പോൾ അവിടുത്തെ സ്കൂളിലത്തെ ബസ് അതിൻ്റെ ആ സ്കൂളിൻ്റെ ബാക്കിയാണ് ഈ സ്കൂൾ, ഈ 8ാം ക്ലാസ്സിലെ സ്കൂൾ. ഇവിടേക്ക് വളരെ മനസ്സിലായില്ലേ? അതന്നെ എക്സാ 8, 9, 10 തന്നെ. പക്ഷെ എവിടെയാ
ഉണ്ട്, അതാ തോന്നുന്നു. ഇവിടെ ബോർഡ് കാണുന്നുണ്ട്, എക്സ് ആണ്. ആ ബ്ലൂ ഉണ്ടോ? ആ കാണുന്ന ബ്ലൂ കാണുന്നുണ്ട്, പക്ഷെ അവിടെയാണെങ്കിൽ ഡോറൊന്നും കാണുന്നില്ല. അത് ഇങ്ങനെ മദ്രസ അല്ലേ? ചോദിച്ചു നോക്കിയാൽ മതി ഇവിടെ. ആ ഇതവിടെ ഉണ്ടോ? ഒന്ന് പോയിട്ട് വരട്ടോ. ട്യൂഷൻ ഇവിടെ എക്സാ ട്യൂഷൻ സെൻറ്റർ. ഇവിടെ ആരും ഇല്ല. അവിടെ ഉണ്ട് മച്ചി, ഓഫീസ് അതാ കാണുന്ന. തുറന്നു നോക്ക്, പൂട്ടിക്ക് നോക്ക്. ഇപ്പം അവരവിടെ എല്ലാ അവർ നാളെ വരാനാ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൾ ചെയ്തപ്പോൾ. അങ്ങനെ നമ്മൾ പോവാനാണ്. നമ്മൾ സ്കൂളിലൊക്കെ ചേർത്ത് ട്യൂഷൻ്റെ കാര്യം മാത്രം അതെന്താ ട്യൂഷൻ്റെ കാര്യം മാത്രമേ നടക്കാത്തുള്ളൂ. നല്ല മഴച്ചൊക്കെ ചാരുന്നുണ്ട്. ഞങ്ങൾ സ്കൂളിലൊക്കെ ചേർത്തി, പക്ഷേ ട്യൂഷൻ സെൻറ്ററിൽ ചേർത്താൻ പറ്റിയില്ല, അവിടെ ആരും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നാളെ വരാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് യൂണിഫോം വാങ്ങാൻ വേണ്ടിയിട്ട് വന്നേ ഫ്രണ്ട്സ്. അവിടെ റെഡിമെയ്ഡ് ടോപ്പ് ഉണ്ടായിരുന്നു, ടോപ്പ് മാത്രമേ ഉള്ളൂ, പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്കത് കറക്റ്റ് സൈസ് കിട്ടിയത് നല്ല ലൂസായിരുന്നു, അത്യാവശ്യം ലൂസ് ഉണ്ടായിരുന്നു. ഇതാണ് എൻ്റെ യൂണിഫോം. ഇത് റെഡിമെയ്ഡാണ്, പക്ഷെ എനിക്കിത് ഷേപ്പാക്കാൻ കുറേ ഒരുപാടുണ്ട്, ഭയങ്കര ലൂസാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മൾ യൂണിഫോം എടുക്കാൻ വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ റെഡിമെയ്ഡ് ഷീലെടുത്തിട്ട് പിന്നെ അടിക്കാൻ കൊടുക്കും. അപ്പോൾ ഇനി എനിക്ക് നോട്ട്സ് വാങ്ങിയതാണ്. ഇനി ട്യൂഷൻ സെൻറ്ററിലുള്ള നോട്ട് വാങ്ങിയിട്ടില്ല, അപ്പോൾ അത് വാങ്ങണം. അപ്പം നമ്മൾ റെഡിമെയ്ഡ് ടോപ്പിൻ്റെ ഷീലും കാര്യങ്ങളൊക്കെ ഇട്ട് ഇവിടെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ മഴ പെയ്തുണ്ട്, നിങ്ങൾക്ക് റേഡിയോയിൽ കറക്റ്റ് കാണുന്നുണ്ടോ അറിയില്ല. നമ്മൾ ഓട്ടോക്കാരനൊക്കെ പറഞ്ഞു വിട്ട് നമ്മൾ ഇനി ബസ്സിലാണ് തിരിച്ച് പോകുന്നത്. കമ്മൽ മേടിക്കാൻ ബ്ലാക്ക് രസമുണ്ട്. മറ്റേ ബ്ലാക്ക് ആണ് രസം. സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ കമ്മൽ ഭയങ്കര വന്നതാണ്. ഈ സ്റ്റെഡ് എനിക്ക് ഭയങ്കര രസമുണ്ട്. ഈ ബ്ലാക്കും ഈ കമ്മലിട്ടു, പിന്നെ ഒരു വൈറ്റ് സ്റ്റെഡും കൂടി. അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.